ഇന്ന് ചോറ്റാനിക്കര ക്ഷേത്രം ഇരിക്കുന്ന പ്രദേശം പണ്ടൊരു കൊടുങ്കാടായിരുന്നു. ഒരുപാട് മലയരന്മാർ അവിടെ താമസിച്ചിരുന്നു. അവരുടെ തലവനായിരുന്ന കണ്ണപ്പൻ അതിക്രൂരനും നീചനുമായിരുന്നു. അടുത്തുള്ള ഗ്രാമങ്ങളിൽ നിന്ന് പശുക്കളെ മോഷ്ടിച്ചു കൊണ്ടുവന്ന് അവയിൽ ഏറ്റവും ലക്ഷണമൊത്ത പശുവിനെ കൊടുങ്കാളിക്ക് ബലി കൊടുക്കുന്നതായിരുന്നു അയാളുടെ ഒരു വിനോദം. കണ്ണപ്പൻ്റെ ഭാര്യ നേരത്തെ തന്നെ മരിച്ചുപോയി. അയാൾക്ക് കൂട്ടായി ഒരു മകളും ഒരുപാട് അനുചരന്മാരുമാണ് ഉണ്ടായിരുന്നത്. ഒരു ദിവസം കണ്ണപ്പൻ്റെ കുടിലിലേക്ക് ഒരു പശുക്കുട്ടി സ്വയമേവ കയറി വന്നു. അതീവ തേജോമയമായിരുന്നു അതിൻ്റെ മുഖം. കണ്ണപ്പൻ്റെ മകൾക്കാണെങ്കിൽ ആ പശുക്കുട്ടിയെ സ്വന്തമാക്കി വളർത്താനായിട്ട് ആഗ്രഹം തുടങ്ങി. അവൾ അങ്ങനെ വളർത്താനും തുടങ്ങി. അതിനിടയിൽ കണ്ണപ്പന് മറ്റു പശുക്കളെയൊന്നും കിട്ടാതെയുമായി. അയാൾ മകളുടെ പശുവിനെ തന്നെ ബലി കൊടുക്കാൻ തീരുമാനിച്ചു. ഇതറിഞ്ഞ മകൾ ആ ക്രൂരകൃത്യം തടഞ്ഞു. അങ്ങനെ കണ്ണപ്പൻ പശുബലി നിർത്തുകയും ചെയ്തു. പിന്നീട് അയാൾ കായ്കനികൾ തേടലും കൃഷിയുമൊക്കെയായി കഴിഞ്ഞുകൂടി. എന്നാൽ അയാൾ മുമ്പ് ചെയ്ത പാപത്തിൻ്റെ ഫലം അനുഭവിക്കേണ്ടതായിട്ട് വന്നു. ഒരു ദിവസം അയാളുടെ മകൾ അകാല ചരമം പ്രാപിച്ചു. അതോടെ അയാൾക്ക് ജീവിതത്തോട് തന്നെ വെറുപ്പായി. അപ്പോഴും മകളുടെ പശുക്കുട്ടിയെ പരിപാലിച്ച് അയാൾ ജീവിച്ചു പോന്നു. ഒരു ദിവസം രാത്രി അയാൾ ഒരു സ്വപ്നം കണ്ടു. പശുക്കുട്ടി തൊഴുത്തിൽ കല്ലായി കിടക്കുന്നതായിരുന്നു ആ കാഴ്ച. തൊട്ടടുത്ത് ഒരു സന്യാസിയും. സന്യാസിയുടെ ചുണ്ടിൽ നാമമന്ത്രങ്ങളുമുണ്ട്. പിറ്റേ ദിവസം പുലർച്ചെ കണ്ണപ്പൻ ഉണർന്നു നോക്കിയപ്പോൾ സ്വപ്നം ഫലിച്ചു കിടക്കുന്നതായി കണ്ടു. ഒന്നും മനസ്സിലാകാതെ അയാൾ നിലവിളിച്ചു. അപ്പോൾ ഒരുപാട് ആളുകൾ അയാളുടെ അടുത്തേക്ക് ഓടി വന്നു. അക്കൂട്ടത്തിൽ ഒരു സന്യാസിയും ഉണ്ടായിരുന്നു. അദ്ദേഹം കണ്ണപ്പനോട് പറഞ്ഞു, കണ്ണപ്പ, നീയൊരു പുണ്യപുരുഷനാണ്. സാക്ഷാൽ മഹാലക്ഷ്മി തന്നെയാണ് പശുവായി നിന്റെ തൊഴുത്തിൽ കഴിഞ്ഞുകൂടിയത്. തൊട്ടടുത്തുള്ള മറ്റൊരു ശില നോക്കൂ, അത് സാക്ഷാൽ വൈകുണ്ഠനാഥനാണ്. നീ ഉടനെ തന്നെ ഇവിടെ ആരാധന തുടങ്ങണം. നിനക്ക് മോക്ഷം ലഭിക്കും. ഇത്രയും പറഞ്ഞ ശേഷം സന്യാസി അപ്രത്യക്ഷനായി. ആ സന്യാസി പരാശര മഹർഷിയാണെന്ന് പറയപ്പെടുന്നു. തുടർന്ന് കണ്ണപ്പനും അനുചരന്മാരും തൊഴുത്തു മുഴുവൻ വൃത്തിയാക്കി യഥാശക്തി പൂജകൾ ചെയ്തുകൊണ്ട് ശിഷ്ടകാലം കഴിച്ചുകൂട്ടി. അവസാനം അവർക്ക് ലക്ഷ്മി നാരായണ ദർശനം ലഭിച്ചു. ജഗത്പിതാക്കളായ ലക്ഷ്മി നാരായണന്മാർ ഇങ്ങനെ അരുൾ ചെയ്തു, നിങ്ങൾ പുണ്യം ചെയ്തവരാണ്. നിങ്ങളുടെ ഈ തൊഴുത്തിൻ്റെ സ്ഥാനത്ത് കാലാന്തരത്തിൽ ഒരു മഹാക്ഷേത്രം ഉയർന്നു വരും. ഭക്തകോടികൾ കൺപാർക്കുന്ന ഒരു പുണ്യസങ്കേതമായി അത് മാറുകയും ചെയ്യും. അന്നു നിങ്ങളുടെ ഈ ജന്മത്തിലെ പുണ്യം മൂലം വീണ്ടും ഇവിടെ വന്നു ചേരാൻ നിങ്ങൾക്ക് ഭാഗ്യവും ഉണ്ടാകും. ഇത്രയും പറഞ്ഞ ശേഷം ഇരുവരും അപ്രത്യക്ഷരായി. കുറച്ചു കാലം കഴിഞ്ഞപ്പോൾ കണ്ണപ്പൻ മരിച്ചു. അയാളുടെ മരണശേഷം മലയരന്മാർ മറ്റു സ്ഥലങ്ങളിലേക്ക് കുടിയേറി പാർത്തു. കാലം കുറേ കടന്നുപോയി. കണ്ണപ്പനും അനുചരന്മാരും പൂജിച്ചിരുന്ന ലക്ഷ്മി നാരായണ ചൈതന്യം കാടുപിടിച്ചു കിടക്കുന്നു. അങ്ങനെയിരിക്കെ ഒരു ദിവസം ഇവിടെ പുല്ല് ചെത്താനായി കുറച്ച് പുലയ സ്ത്രീകൾ വന്നു. അവരുടെ കൂട്ടത്തിലെ ഒരുവൾ തൻ്റെ അരിവാളിന് മൂർച്ച കൂട്ടാനായി അടുത്ത കല്ലിൽ ഉരച്ചു നോക്കിയപ്പോൾ അവിടെ രക്തപ്രവാഹമുണ്ടായി. ഈ കാഴ്ച കണ്ട് അവൾ ഭയന്നു നിലവിളിച്ചു. ഉടനെ തന്നെ സംഘത്തിലെ മറ്റുള്ളവർ അവിടുത്തെ നാട്ടുപ്രമാണിയും താന്ത്രികാചാര്യനുമായിരുന്ന എടാട്ട് നമ്പൂതിരിയെ ഈ വിവരം അറിയിച്ചു. അദ്ദേഹം ഉടനെ തന്നെ മറ്റു പ്രമാണികൾക്കൊപ്പം എത്തി. അവർക്കൊപ്പം വന്ന ജ്യോത്സ്യർ പ്രശ്നം വെച്ചപ്പോൾ വർഷങ്ങൾക്ക് മുമ്പ് കണ്ണപ്പൻ പൂജിച്ചിരുന്ന അതേ ലക്ഷ്മി നാരായണ വിഗ്രഹങ്ങൾ തന്നെയെന്ന് അവയെന്ന് കണ്ടെത്തി. നമ്പൂതിരി ഉടനെ തന്നെ ചിരട്ടയിൽ നിവേദ്യം സമർപ്പിച്ചു. അങ്ങനെ പഞ്ചപ്രകാരങ്ങളോടുകൂടിയ ഒരു മഹാക്ഷേത്രം അവിടെ ഉയർന്നു വന്നു. 9 ഇല്ലക്കാർ അത് സ്വന്തമാക്കി. എടാട്ട് നമ്പൂതിരിയായിരുന്നു ശാന്തിക്കാരൻ. ആ ക്ഷേത്രമാണ് ഇന്ന് പ്രസിദ്ധമായ ചോറ്റാനിക്കര ഭഗവതി ക്ഷേത്രം.